BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. മന്ത്രിസഭയിൽ തന്നെ ഉൾപ്പെടുത്താത്തതിലുള്ള എ ഗ്രൂപ്പ് നേതാക്കളുടെ അതൃപ്തിയിൽ പ്രതികരണവുമായി നിയുക്ത പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ. 25 വർഷം മുൻപ് ഉമ്മൻചാണ്ടിയും ഈ സാഹചര്യം നേരിട്ടിട്ടുണ്ട്. ചരിത്രം വീണ്ടും ആവർത്തിക്കപ്പെട്ടപ്പോൾ ഗ്രൂപ്പ് നേതാക്കൾക്ക് വിഷമമുണ്ടാവുന്ന സ്വാഭാവികമാണെന്നും ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചു. സ്ഥാനമില്ലാത്തതാണ് കൂടുതൽ നല്ലത്. കാരണം ജനങ്ങൾക്ക് വേണ്ടി കൂടുതലായി പ്രവർത്തിക്കാൻ കഴിയും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 140 മണ്ഡലങ്ങളിലും താൻ നടക്കാൻ പോവുകയാണ്. മന്ത്രിയായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ചുരുങ്ങിപ്പോയേനെ. ജനങ്ങൾക്കിടയിൽ സ്ഥാനമുണ്ട്, അത് ഉറപ്പിക്കാനായി താൻ ജനങ്ങൾക്കിടയിലേക്ക് വീണ്ടും ഇറങ്ങുകയാണ്. 5 വർഷവും പ്രവർത്തനം അങ്ങനെയായിരിക്കും, ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ചാണ്ടി ഉമ്മന് മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിൽ എ ഗ്രൂപ്പ് നേതാക്കൾ AICCയെ കാണാൻ പോകുന്നെന്ന വാർത്തകളോടും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ, എനിക്ക് അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എ ഗ്രൂപ്പ് ഉമ്മൻചാണ്ടി എന്നിൽ ദർശിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു വിഷമം വരുന്നത് എന്നായിരുന്നു ചാണ്ടി ഉമ്മന്റെ മറുപടി. 25 വർഷം മുൻപ് സമാന സാഹചര്യം ഉമ്മൻചാണ്ടി നേരിട്ടുണ്ട്. ചരിത്രം ആവർത്തിക്കപ്പെട്ടപ്പോൾ ജനങ്ങൾക്കുള്ള വിഷമം അവരിലും പ്രതിഫലിച്ചിട്ടുണ്ടെന്നും ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചു. കേരളത്തിന് കോൺഗ്രസ് മുഖ്യമന്ത്രിയെ ലഭിച്ചപ്പോൾ തന്നെ ഉമ്മൻചാണ്ടിക്ക് നീതി ലഭിച്ചു. ഉമ്മൻചാണ്ടിയുടെ മകന് മന്ത്രിസ്ഥാനമോ പുതുപ്പള്ളിയിൽ മന്ത്രി വേണമെന്നോ ഇല്ല. കോൺഗ്രസിന്റെ ഭരണമാണ് ഏറ്റവും വലിയ നീതിയെന്നും അദ്ദേഹം പ്രതികരിച്ചു. അതേസമയം KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ചാണ്ടി ഉമ്മനെ കൊണ്ടുവരണമെന്ന ആവശ്യവുമായി ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു തുടങ്ങി. തിരുവനന്തപുരത്ത് MLA ഹോസ്റ്റലിന് സമീപമാണ് ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. കോൺഗ്രസ് തിരുവനന്തപുരം എന്നാണ് ഫ്ലെക്സ് ബോർഡിന് താഴെയുള്ളത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മന്ത്രിയായതോടെ ആ സ്ഥാനത്തേക്ക് ആരെത്തുമെന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ വളരെ സജീവമായി നടക്കുന്നതിനിടെയാണ് ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.